ഒരു ഡീലർക്കുള്ള സ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റിനെ നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഉപയോഗിക്കണമെങ്കിൽ ആ ഡീലർക്കേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു OEM ഒരിക്കലും അവരുടെ ആ ഒരു ഫുൾ പ്രോഡക്റ്റ് അവർ സപ്ലൈ ചെയ്യുന്നുള്ളതല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷനിൽ എത്രമാത്രം ഏതൊക്കെ ഫീച്ചേഴ്സ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരിക്കലും അവർക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കെയർ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസൊല്യൂഷൻ വേണമെങ്കിൽ അത് ലോക്കൽ ഡീലർക്കേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു ഡീലറാണെങ്കിൽ ഇവിടെ പ്രസൻസ് ഉള്ള ഒരു ഡീലർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ലോക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റൂ. മൂന്നാമത് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡീലർ എപ്പോഴും അവരോട് ഈ പറഞ്ഞ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കും. അന്നേരം അതുപോലെ തന്നെ ഈ കസ്റ്റമർക്ക് ഒരിക്കലും ഈ പറഞ്ഞ പുതിയ ഇൻഫർമേഷൻസും കാര്യങ്ങളും അവർ ഫ്രീക്വൻ്റായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചില്ലെങ്കിൽ പോലും ഈ ഡീലർക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ടും ഇവർക്ക് ഈ ലോക്കൽ ഡീലറെ ഉപയോഗിക്കാൻ പറ്റും.